ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പിന്നോക്കാവസ്ഥയിലാണ് നിലകൊള്ളുന്നത് എന്ന വസ്തുത ഇവിടുത്തെ വോട്ടർമാർക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളതാണ്. ഒരു രംഗത്തും കാര്യമായ പുരോഗതി, വികസനം ഉണ്ടായിട്ടില്ല. വ്യവസായം, വാണിജ്യം, വ്യാപാരം, കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലൊന്നും ഒരു വികസന പ്രക്രിയയും നാളിതുവരെ ഈ നാടിനെ പ്രതിനിധീകരിച്ചവർ ചെയ്തിട്ടില്ല. അവർക്ക് വാസ്തവത്തിൽ ജനപ്രതിനിധി എന്നുള്ളത് ഒരു അലങ്കാരം, ഒരാഭരണം മാത്രമായിരുന്നു. കൊണ്ടു നടക്കാനും ആളുകളുടെ മുമ്പിൽ ആലങ്കാരികമായി ഉയർത്തിപ്പിടിക്കാനും മാത്രം അവർ സ്ഥാനമാനങ്ങളെ ഉപയോഗപ്പെടുത്തും. അതിൻ്റെ ദുരിതവും ദുരന്തവും അനുഭവിക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളാണ്. ഈ വസ്തുത, ഈ ഒരു മുരടിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അബ്ദുൽ സലാം സാർ മത്സരിക്കുന്നത്. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ്. ഒരു നാടിൻ്റെ പുരോഗതിയെക്കുറിച്ച്, വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട്, നിലപാട്, വീക്ഷണം ഉള്ളയാളാണ്. പൊങ്ങച്ചം പറയാനും നടപ്പില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും മോഹിപ്പിക്കാനും പൊള്ളയായി കാര്യങ്ങൾ പറയുന്നയാളല്ല. വസ്തുതാപരമായി, സത്യസന്ധമായി സ്ഥിതിഗതികൾ വിലയിരുത്തി പഠിച്ച് മനസ്സിലാക്കി ബോധ്യം വന്ന കാര്യങ്ങൾ, നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അത് രാഷ്ട്രീയമായ സത്യസന്ധതയോടുകൂടി തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ പ്രദേശത്ത് എല്ലാവിധ നല്ല അനുകൂല കാലാവസ്ഥകളുമുണ്ട്. നല്ല പ്രകൃതിയും നല്ല മണ്ണും നല്ല മാനവശേഷിയുമുള്ള സ്ഥലമാണ്. വിഭവങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ്. പക്ഷേ അതിനെ വേണ്ട വിധത്തിൽ ശാസ്ത്രീയമായി ഉപയോഗിച്ച് അതിന് ഒരു ഫലമുണ്ടാക്കി ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കാൻ തക്ക വിധത്തിലുള്ള വളരെ സുചിന്തിതമായി പഠിച്ച് തയ്യാറാക്കിയ വികസന രേഖയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാനുള്ള പ്രതിബദ്ധതയോ ഇവിടെ നാളിതുവരെ ആർക്കും ഉണ്ടായില്ല. പക്ഷേ അബ്ദുൽ സലാം സാർ പഠിച്ച് മനസ്സിലാക്കി വളരെ ചുരുക്കി ഈ നാടിന് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യം അദ്ദേഹം അത് അവതരിപ്പിക്കുകയാണ്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ നാളിതുവരെ ചെയ്യും എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മോഹന വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ ജനങ്ങളെ വഴിതെറ്റിക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരിക്കലും പാഴുവാക്കുകൾ പറഞ്ഞ് ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല. നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും അത് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുകയും പിന്നീട് നടപ്പിലാക്കി എന്ന് വളരെ വ്യക്തമായി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. ആ ഒരു പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് തന്നെയാണ് അബ്ദുൽ സലാം സാർ ഇങ്ങനെ ഒരു വികസന രേഖ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇതിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. വെറും 4 പേജുള്ള ഈ വികസന രേഖയിൽ വളരെ ചുരുക്കി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെ ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വൈജ്ഞാനിക രംഗത്ത് സ്കില്ലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI ലാബ്സ് തുടങ്ങിയവയൊക്കെ സ്ഥാപിക്കും. അങ്ങനെ വൈജ്ഞാനിക രംഗത്ത് ഉജ്ജ്വലമായ നേട്ടങ്ങൾ കൈവരിച്ച് ഈ മേഖലയിൽ ഒരു വലിയ പരിവർത്തനമുണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. വ്യാവസായിക രംഗത്ത് ഈ കേരളത്തിൽ പലപ്പോഴും വ്യവസായങ്ങൾ വരുന്നില്ല. പുതിയതായിട്ടൊരു വ്യവസായം പോലും തുടങ്ങുന്നില്ല. ഇവിടുത്തെ MP-മാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൽ വ്യക്തമായ പദ്ധതി സമർപ്പിച്ച് അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല. കാരണം അനുകൂലമായ ഒരു കാലാവസ്ഥയല്ല. പക്ഷെ അതിനൊരു മാറ്റം വരുത്തി അവർക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാരിൽ നിന്നും കൊടുത്ത്
ഇവിടെ വ്യവസായങ്ങൾ ആരംഭിച്ച് വ്യാവസായികമായിട്ടുള്ള പുരോഗതി കൈവരിച്ച് ധാരാളം ആളുകൾക്ക് തൊഴിൽ കൊടുത്ത് അങ്ങനെ ഈ നാടിൻ്റെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന പദ്ധതി, വ്യാവസായിക പുരോഗതിക്ക് ആവശ്യമുള്ള പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത്. ഈ പ്രദേശം ഏറ്റവും അറിയപ്പെടുന്ന കൈത്തൊഴിൽ മേഖലയാണ്. പരമ്പരാഗത വ്യവസായങ്ങൾ പലതും ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. പക്ഷേ അത് പലതും നഷ്ടപ്പെട്ടു. അതിനെ പുനരുജ്ജീവിപ്പിക്കണം. അതിന് കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളുണ്ട്. കല്ലിലും മണ്ണിലും തടിയിലും ലോഹത്തിലും ഒക്കെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി വിശ്വകർമ്മ യോജന ഉണ്ട്, സ്റ്റാർട്ടപ്പ് പദ്ധതികളുണ്ട്. ഇതിലൂടെയെല്ലാം ഇവിടെ മൺപാത്ര നിർമ്മാണം, ആഭരണ നിർമ്മാണം, അതുപോലെ പല രംഗങ്ങളിലും പണിയെടുക്കുന്ന കരകൗശല വിദഗ്ധന്മാർ ഒക്കെ ധാരാളമുള്ള സ്ഥലമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ട് ആ മേഖലയിലും വലിയൊരു കുതിച്ച് കയറ്റമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ആ ഒരു ഉറപ്പും NDA നൽകുന്നു. കായിക രംഗത്ത് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ കായിക പ്രതിഭകൾ ഇവിടെ ഉണ്ട്. ആ പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനവും വേണ്ട വളരാനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ കേന്ദ്ര കായിക ക്ഷേമ വകുപ്പ്, ഇതിൻ്റെ എല്ലാം സഹായത്തോടു കൂടി ഈ കായിക രംഗത്ത് വലിയൊരു മാറ്റമുണ്ടാക്കാൻ, ഉയർച്ചയുണ്ടാക്കാൻ, കുതിപ്പുണ്ടാക്കാൻ തീർച്ചയായിട്ടും NDAക്ക് സാധിക്കും. കാർഷിക മേഖലയും അതുപോലെ തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു ജില്ലയാണിവിടെ. അതിനെ അവലംബിച്ച് ജീവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്, കർഷകരുണ്ട്. അവരുടെ ആ മേഖലകളിലെല്ലാം അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം, മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കി വേണ്ട വിധത്തിലുള്ള വിപണനം നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ആ രംഗത്തും ഒരു കാർഷിക വികസനം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും NDA ശ്രമിക്കും. ആരോഗ്യ പരിപാലനം, ഈ രംഗത്ത് ദേശീയ തലത്തിൽ വലിയ പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ പദ്ധതികളെല്ലാം തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. വളരെ വ്യക്തമായി മാനിഫെസ്റ്റോയിൽ പ്രധാനമന്ത്രി ഊന്നൽ നൽകിയിരിക്കുന്നത് ആരോഗ്യ പരിപാലനത്തിന് തന്നെയാണ്. 70 വയസ്സ് കഴിയുന്നവർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സ, അതുപോലെ ആയുഷ്മാൻ പദ്ധതി 5 വർഷത്തേക്കൂടി നീട്ടിക്കൊണ്ട് ഉള്ള വാഗ്ദാനം. അതിലൂടെ ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ആരോഗ്യ രംഗത്ത് വലിയ കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തി ജീവിതശൈലി രോഗങ്ങളും മറ്റു പല അസുഖങ്ങളും പിടിപെടുന്നവർക്ക് ആശ്വാസം എത്തിച്ചു കൊടുക്കാനുള്ള സമഗ്രമായ പദ്ധതി നടത്തും. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും നിരീക്ഷണവും ഗവേഷണവും നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടാകും. സ്ത്രീ ശാക്തീകരണത്തിൽ ഏറ്റവും അധികം മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് NDA. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ LDFൻ്റെയും UDFൻ്റെയും ഒക്കെ പ്രകടനപത്രികയിൽ 50% സ്ഥാനങ്ങൾ എവിടെയും ഒഴിവ് വരുമ്പോൾ അത് 50% സ്ത്രീകൾക്ക് വേണ്ടി നീക്കിവെക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വെറും മോഹന വാഗ്ദാനങ്ങൾ എന്നുള്ള നിലയ്ക്ക് മാത്രമേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. അവരൊന്നും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം 20 മണ്ഡലങ്ങളിൽ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെ നോക്കിയാലറിയാം. ഒരു സ്ഥാനാർത്ഥിയെ മാത്രമാണ് UDFന് വനിതയായിട്ട് നിർത്താൻ സാധിച്ചിട്ടുള്ളൂ. ഒരാളെ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ. LDFന് 3 പേരെ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം NDA 5 വനിതകളെ നിർത്തിക്കൊണ്ട് തങ്ങൾ നാരീശക്തി എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ഈ മണ്ഡലത്തിലും അതിനാവശ്യമായിട്ടുള്ള നടപടികളും പരിപാടികളും നടത്തും.